നമസ്കാരം. യുവർ ഡോക്ടറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം NMC ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റ് യശ്വന്ത് ചക്രവർത്തിയാണ്. 8 വർഷമായി അദ്ദേഹം ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. അദ്ദേഹം ഇന്ന് ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്ക് ENTയുമായി ബന്ധപ്പെട്ട കൊച്ചുങ്ങളുടേതാവട്ടെ മുതിർന്നവരുടെ ആവട്ടെ സംശയങ്ങൾ ഡോക്ടറോട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. 05294623343 എന്ന നമ്പറിലേക്ക് വിളിച്ച് തുടങ്ങാവുന്നതാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. എന്താണ് ഇന്ന് പ്രേക്ഷകരോട് ENT? ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് ഈവനിങ് ആൻഡ് UAE മലയാളി ഫ്രണ്ട്സ്. ആൻഡ് ഇന്ന് ഞാൻ ഹിയറിംഗ് ലോസ് ഇൻ ചിൽഡ്രൻ ആണ്, കുട്ടികളുടെ ഇടയിൽ ഹിയറിംഗ് ലോസിനെ പറ്റിയാണ് സംസാരിക്കാൻ പ്ലാൻ ഇട്ടത്. ഞാൻ ഇതല്ലാതെ വേറെ ENT പ്രോബ്ലംസ് ആയിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ ഡിസ്കഷന് റെഡിയാണ്. ഓക്കെ. എന്തായാലും ENT റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടേതാവട്ടെ മുതിർന്നവരുടേതാവട്ടെ പ്രേക്ഷകർക്ക് വിളിച്ച് ഡോക്ടറോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ ഇവിടെ വരുന്നു എന്നത് നമ്മൾ നേരത്തെ പ്രമോ പോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇമെയിലായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ചിലത് മുഴുവനായും ചോദിക്കാൻ സമയം ഉണ്ടാവില്ല, ചിലത് ഡോക്ടറോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ് വാട്ട് ഈസ് ഡഫ്നെസ്? എന്താണ് ഡഫ്നെസ് കൊണ്ട്? ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹിയറിംഗ് ലോസ് എന്ന പല ഡിഗ്രിയിലെ ഹിയറിംഗ് ലോസ് ഉണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് മീര എന്നാണ്. ഓക്കെ, മീര, ഡോക്ടറോട് ചോദിച്ചോ. ഇപ്പൊ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഇംബാലൻസ് പോലെ, അതായത് ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഒരു ഇംബാലൻസ് ഉണ്ടാവുമല്ലോ, ഒരു ജമ്പിങ് സെൻസേഷൻ, അതുപോലത്തെ ഒരു ഫീലിംഗ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് എന്തെങ്കിലും ഇയർ റിലേറ്റഡ് പ്രോബ്ലം ആണോ അതോ അത് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ചില പേഷ്യൻസിന് അത് നോർമൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് പെർസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ലെവൽ ഗ്രൗണ്ടിൽ നടക്കുകയാണെങ്കിൽ അതൊരു സിഗ്നിഫിക്കൻസ് മാത്രമേ ഉള്ളൂ. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നോർമലായിട്ട് ഇപ്പം എനിക്ക് ഫീൽ ചെയ്തത് ഉറക്കം ഒന്ന് ഡൗൺ ആവണം, അതായത് ഉറക്കം നന്നായിട്ട് വരണ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് കൂടുതൽ തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പലരോടും ചോദിച്ചപ്പോ പറഞ്ഞത് ഇങ്ങനെ ചിലപ്പോ ഇയർ ഇംബാലൻസ് ആകാം എന്നിങ്ങനെ പറയണുണ്ട്. അപ്പൊ അത് എന്തോരം കറക്റ്റ് ആണ്, അതല്ലെങ്കിൽ അത് എന്തോരം കൺസൾട്ട് ചെയ്യണം, ആരെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളതെന്ന് പറഞ്ഞാൽ? രണ്ട് സ്പെഷ്യലിസ്റ്റാണ് കാണുന്നത്. ഒന്ന് ഒരു ENT ഡോക്ടറെ കാണണം, സെക്കൻഡ് ഒരു ന്യൂറോളജിസ്റ്റ് പോലും കാണണം. എന്താണ് ഈ ഡഫ്നെസ് എന്നതിനെ കുറിച്ചാണ്? ഡഫ്നെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഡിഗ്രീസ് ഉണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, moderately severe. ഈ സിവിയർ എന്ന കാറ്റഗറി പേഷ്യൻസ്, ദാറ്റ് ഇസ് അബവ് 90 ഡെസിബിൾ ഹിയറിംഗ് ലോസുള്ള പേഷ്യൻസ് ആണ് ഡെഫ് പേഷ്യൻസ്. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കാറ്റഗറി പേഷ്യൻസ് എല്ലാം ഹിയറിംഗ് ഇമ്പാക്ട് അല്ലെങ്കിൽ ഓഡിയോളജിക്കലി ചാലഞ്ച്ഡ് പേഷ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ഡഫ് മ്യൂട്ട്? അത് രണ്ടും ഡെഫ് മ്യൂട്ട് ഡെഫ് ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ലോങ് കുറേ കാലമായിട്ട് ഇപ്പം ഒരാൾ ചെവി കേട്ടില്ല എന്ന് വിചാരിക്കും, അയാൾ നാച്ചുറലി അവർ സംസാരിക്കില്ല. ഇതാണ് ഡെഫ് മ്യൂട്ട് എന്ന് പറയുന്നത്. ഓൾദോ അവരെ വോയിസ് അപ്പാരറ്റസ്, അതായത് അവരുടെ സ്പീച്ച് അപ്പാരറ്റസ് നോർമൽ ആയിരിക്കും. ബിക്കോസ് അവർ വേർഡ്സ് കേൾക്കുന്നില്ല എന്നുകൊണ്ട് അവർ ദേ കാൺട്ട് സ്പീക്ക്, they lose their power of speech. ഒപ്പം മറ്റൊരു ചോദ്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, why is necessary for early identification of hearing loss എന്നൊരു ചോദ്യം. Which is the earliest stage to detect hearing loss and start intervention? The earliest age of identification of hearing loss അത് at birth ആണ്. നമുക്ക് അത് ഈസിയസ്റ്റ് ആയിട്ട് കാണുന്ന ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രണ്ട് ടെസ്റ്റ് ഉണ്ട്. ഒന്ന് ഓട്ടോ അക്കൗസ്റ്റിക് എമിഷൻ ആൻഡ് ബ്രെയിൻ സ്റ്റെം എവോക്ക് റെസ്പോൺസ് ഓഡിയോമെട്രി ഉണ്ട്. ഈ രണ്ട് ടെസ്റ്റ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഡയഗ്നോസ് ഏർലി ഹിയറിംഗ് ലോസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏർലി ഡിറ്റക്ട് ചെയ്യുന്നത് നല്ലത്, ബിക്കോസ് ഏർലി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം കുട്ടീനെ. വേറൊരു ക്വസ്റ്റ്യൻ പ്രേക്ഷകൻ ചോദിച്ചത്, അദ്ദേഹത്തിന് ഓഫീസ് ജോബ് ചെയ്യുന്ന ആളാണ്.
ഒരുപാട് സമയം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയെന്ന് ചോദിക്കേണ്ട, എന്തായിരിക്കും അതിന്റെ റീസൺ? പ്രോബബ്ലി ഒരു ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ ടു മച്ച് എക്സസ് ഫോക്കസ് ഓൺ ഈ ലൈറ്റ്, അത് ചിലപ്പോൾ ഒരു മൈഗ്രെയിൻ്റെ ഒരു കോമ്പണൻ്റ് ആയിട്ട് ഈ തലകറക്കം ഉണ്ടാവാം. ഓക്കെ. പിന്നെ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്, എന്താണ് ഇൻബാലൻസ്? നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ചില ആൾക്കാർക്ക് കാണുന്നത് മൊത്തം തല കറങ്ങുന്ന പോലെ വൊമിറ്റ് ചെയ്യാൻ വരിക, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മൾ ബാലൻസിൻ്റെ ഓർഗൻസ്, അതായത് ഉളിച്ചെവിക്ക്, നമ്മളെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്, പുറംചെവി, നടുച്ചെവി, ഉളിച്ചെവി. അതിൽ ഉളിച്ചെവിയിൽ ബാലൻസിൻ്റെ ഓർഗൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബാലൻസ് ഡിസോർഡർ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റൊരു ചോദ്യം പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ കോസസ് ഓഫ് ഹിയറിംഗ് ലോസ് ഇൻ ചിൽഡ്രൻ? ഹിയറിംഗ് ലോസ് ഇൻ ചിൽഡ്രൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം കുട്ടി ജനിക്കുന്നതിന് മുമ്പ്, അതായത് ഇൻ പ്രഗ്നൻസി സ്റ്റേജിൽ, അതായത് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇന്നർ ഇയറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ ഈ അമ്മയ്ക്ക് വല്ല ഇൻഫെക്ഷൻ ലൈക്ക് ടോർച്ച് കോംപ്ലക്സ് ഉണ്ട്, ടോക്സോപ്ലാസ്മോസിസ്, റുബെല്ല, ഹെർപ്പിസ്, സിഫിലിസ് മുതലായ, അല്ലെങ്കിൽ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ മുതലായ മെറ്റേണൽ ഇൻഫെക്ഷൻ കാരണം ഇങ്ങനെ കുട്ടി ജനിക്കുമ്പം ഹിയറിംഗ് ലോസ് ഉണ്ടാവാം. പിന്നെ അമ്മയ്ക്ക് അനീമിയ, മാൽനറിഷ്മെൻറ്റ്, പിന്നെ ചില ഡ്രഗ്സ് കോസ് ചെയ്യാം, ജെൻഡാമൈസിൻ, അമിക്കാസിൻ, ടോബ്രമൈസിൻ മുതലായ ഡ്രഗ്സ് അമ്മ പ്രഗ്നൻസി ടൈമിൽ എടുക്കുകയാണെങ്കിൽ കുട്ടി ഹിയറിംഗ് ലോസ് ആയിട്ട് ജനിക്കാൻ ചാൻസ്. ഓക്കെ. അതോടൊപ്പം പ്രഗ്നൻസി സ്റ്റേജിൽ നമ്മൾ വളരെ ഉറക്ക ശബ്ദമുള്ള അല്ലെങ്കിൽ ഈ ഫയർ വർക്ക്സ് പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് കൊച്ചിനത് ഇല്ല, എഫക്റ്റ് ചെയ്യില്ല, അങ്ങനെ ഒരു ഇതില്ല, പ്രൂഫില്ല, സയൻറ്റിഫിക് പ്രൂഫില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. മറ്റൊന്ന്, എപ്പോഴാണ് ഒരു കൊച്ചിന് ഹിയറിംഗ് ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക? ഒരുപക്ഷെ കൊച്ചുങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഏത് സ്റ്റേജിലായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്? നമുക്ക് അറ്റ് ബർത്ത് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഏർലിയസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ, ബെറ നിന്ന് ബ്രെയിൻ സ്റ്റെം ഇവോക്ക് റെസ്പോൺസ് ഓഡിയോമെട്രി നിന്ന് 2 ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരുപാട് ഇത്തരത്തിലുള്ള മൂക്കടപ്പ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഡോക്ടർ ഈ കാലാവസ്ഥ മാറുന്ന സമയത്ത് പൊതുവെ ചെവിയിൽ തണുത്ത കാറ്റടിക്കുന്നത് കൊണ്ട് അസുഖങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്, എന്തുകൊണ്ടാണ്? നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയർ കാരണം, അത് നമ്മൾ ഈ കോൾഡ് അത് നമ്മൾ എയർവേ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ സെക്രീഷൻസ് ഉണ്ടായി നമ്മളെ മൂക്ക് അടപ്പ്, സൈനസൈറ്റിസ്, റൈനൈറ്റിസ് മുതലായ നേസോഫാരഞ്ചൈറ്റിസ് അഥവാ കോമൺ കോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൈനസൈറ്റിസ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് അതിൻ്റെ ഒരു? സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൂക്കിൻ്റെ ചുറ്റുമായിട്ട് സ്പേസസ് ഉണ്ട്. അതായത് പാരനേസൽ സൈനസ് എന്ന് പറയും, അതായത് മാക്സിലറി സൈനസ്, ഫ്രോണ്ടൽ സൈനസ്, എഥമോയിഡൽ സൈനസ്, സ്ഫീനോയിഡൽ സൈനസ് എന്ന സൈനസസ് ആണ്. ആ സൈനസിൻ്റെ ഇൻഫെക്ഷനാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട് മൂക്കിന്റെ പാലം തെറ്റി, എന്താണ് അതുകൊണ്ട് എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പാലം തെറ്റെന്ന് വെച്ചാൽ ഈ നേസൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ നേസൽ സെപ്റ്റം ഒരു സൈഡിലേക്ക് ഡീവിയേറ്റഡ് ആണ്. യൂഷ്വലി നമ്മളൊരു എവറി 10 പേഷ്യൻസ് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 8 പേഷ്യൻസ് ചില ഡീവിയേഷൻസ് ഉണ്ടാവും. പക്ഷെ ചെറിയ ഡീവിയേഷൻസ് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നതല്ല. പക്ഷേ വളരെ ഡീവിയേറ്റഡ് ആയിട്ട് സെപ്റ്റം നേസൽ ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പം നേസൽ ബ്രീതിങ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് സൈനസൈറ്റിസിന്റെ അല്ല, അത് നേസൽ ഡീവിയേറ്റഡ് നേസൽ ബ്രിഡ്ജിന്റെ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ? അത് നമുക്ക് സർജറി വഴി കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ആക്ച്വലി ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റത്തിന്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ജനിക്കുന്ന ടൈമിൽ നോർമൽ ഡെലിവറി ടൈമിൽ സംഭവിക്കുന്ന ഒരു ഡാമേജ് ആയിരിക്കാം മൂക്കിൽ. സെക്കൻഡ്ലി, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ഇഞ്ചുറി പറ്റി അത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് ഒരു ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റമായിട്ട് പ്രസന്റ് ചെയ്യാം. ഒരുപക്ഷെ വളരെ കോമൺ ആയിട്ട് ഈ ENT-യുമായി ബന്ധപ്പെട്ട് അലർജിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ പ്രധാന, അല്ലെങ്കിൽ നമുക്ക് അലർജിയിലൂടെയാണ്
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാം, എന്താണ് അതിൽ? ഐഡന്റിഫൈയിങ് ദി അലർജൻ പലതരം സ്കിൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ അലർജൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതിന്റെ ട്രീറ്റ്മെന്റ് സെയിം തിങ് ആണ്. ഓറൽ സ്റ്റിറോയിഡ്സ് ആൻഡ് ഇൻട്രാനേസൽ സ്റ്റിറോയിഡ് സ്പ്രേസ് ആണ് WHO റെക്കമെൻഡേഷൻ പ്രകാരം. അത് നമ്മൾ സ്റ്റിറോയിഡ് സ്പ്രേസും സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അലർജിക് റൈനൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ കൂടുതലായി അത്തരത്തിലുള്ള അലർജി കേസുകൾ വളരെ കോമൺ ആണ്. UAE പ്രോബബ്ലി വിത്ത് ദ ഡസ്റ്റി എൻവയൺമെന്റ് ആണ് കാരണം. അതുപോലെ ഈ കാർപ്പറ്റ് ഡസ്റ്റ്, പിന്നെ ആനിമൽ ഫർ എല്ലാം ഒരു കോസ് ആണ്. പക്ഷേ മോസ്റ്റ് കോമൺ ഡസ്റ്റ് ആണ്. അപ്പോൾ കഴിയുന്നതും ഈ റൂമിൽ കാർപ്പറ്റ് ഉപയോഗിക്കാതെ എല്ലാ പേഷ്യൻസും ഉപയോഗിക്കേണ്ടതല്ല. ചില ആൾക്കാർ പ്രോൺ ആണ് അലർജി വരാൻ. അത്തരം പേഷ്യൻസ് ഈ ഡസ്റ്റി എൻവയൺമെന്റ്, ഈ ഡസ്റ്റ് അക്യുമുലേറ്റിംഗ് ഏരിയാസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്തായാലും ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ യശ്വന്ത് ചക്രവർത്തിയാണ് നമ്മോടൊപ്പം ENT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം NMC ദുബായ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. 8 വർഷമായി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാണ്. പ്രേക്ഷകർക്ക് വിളിക്കാം 05294623343 എന്ന നമ്പറിലേക്ക്. ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു.